ഹലോ 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 ഏട്ടാ പേരെന്താ? എന്റെ ഒരു സരക്കടാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇതാരാണ്? എന്റെ പേര് ദിഗംബരൻ. ആ ലുക്ക് കണ്ടപ്പോഴേ തോന്നി ഇങ്ങനത്തെ എന്തെല്ലാം പേരായിരിക്കും തോന്നി. താങ്ക് യു താങ്ക് യു. ബ്രോ ഞാനേ ഇവിടെ കുറെ നാൾക്ക് ശേഷമാണ് വരുന്നത്. അപ്പൊ എൻ്റെ ഒരു വണ്ടിയൊന്നും ഇല്ല. ഞാനൊരു ഏതോ ഒരു സിറ്റിസന്റെ വണ്ടി എടുത്തോണ്ട് അവൻ കത്തിപ്പോയപ്പോഴാണ് അതെടുത്തോണ്ടാണ് വന്നത്. അപ്പൊ എന്നെ ഒന്ന് കൂടെ കൂട്ടാവോ? വണ്ടി എടുത്താ മതി. എന്റെ വണ്ടിയൊന്നും എന്നെ വണ്ടി എടുത്തൊന്ന് കൂടെ വന്നാലും മതി. ഞാൻ എന്റെ കൂട്ടുകാരൻ ചെമ്പനെ വിളിച്ചോട്ടെ. ഓ വിളിച്ചോ ചെമ്പനെ വിളിച്ചോ. വണ്ടിയില് ബസ്സിന് പോണം ബ്രോ. ഓ വള്ളിയാണോ ബ്രോ? പേരെന്തേ? എന്റെ പേര് സരക്കടായി. ബ്രോയുടെ പേരെന്താ? എന്റെ പേര് നാരദൻ തമ്പി. അങ്ങനെയാണ്. ചന്ദ്ര സുഖാണ്. ഇത് മറന്നുപോയി. ഏതായിരുന്നു? വന്നില്ലല്ലേ? ഇല്ലടാ അതൊക്കെ അങ്ങനെയാണല്ലോടാ. മറന്നടാ നമ്മളൊക്കെ. ഞാൻ പണ്ടൊക്കെടാ ചന്ദ്ര സിറ്റി കയറുമ്പോ പിറകെ പെങ്ങളെന്നും പറഞ്ഞ് സരക്കേന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് വരുന്നതായിരുന്നു. ഞാൻ നോക്കിയപ്പോ കെവിയിലെ ഒരു പയ്യന്റെ ഓടി കിടക്കുന്നു കയ്യും പിടിച്ച്. കണ്ടിട്ട് തിരിഞ്ഞു നോക്കിയില്ലേ? എത്ര മാസം? സിംഹന് ശേഷം കെവിയിലെ സിംഹനെന്താ ഒരു കുറവ്? സിംഹന് കുറവ്. സിംഹം പറഞ്ഞ എവക്കാണ് കുറവെന്ന്. സിംഹൻ അങ്ങനെ കളഞ്ഞിട്ട് പോയെ. ഇത് അപ്പുക്കുട്ടൻ, ഏവല്, മന്ദാരം, ഇത് നീലൻ. സ്നൈപ്പ്. ഇത് സ്നൈപ്പാണോ? മുഖംമൂടി നീലാണ്. ഇതാര്? ആരാ? റേച്ചൽ സോഫിയ അല്ലേ? സിറ്റിയിലും പെൺകൊച്ചുങ്ങളെ പേരൊക്കെ നീ കറക്റ്റത്. നീ എനിക്കാരെ പരിചയപ്പെടുത്താനല്ലോ എന്റെ പഴയ ക്രഷ് ഇപ്പോഴും ഉണ്ട് കേട്ടോ. ഇന്നലെ അലീന ഇല്ലാത്ത സമയത്തൊക്കെ നോക്കി അഗ്ഗൊക്കെ ചെയ്യാൻ സമയത്ത് എന്നെ ഇതാക്കാൻ നോക്കുന്നുണ്ട്, വശീകരിക്കാൻ. ബുദ്ധിയില്ലല്ലോ. ഹലോ ഇതാരാണ്? ആ പറഞ്ഞോ. ഹായ് ചാക്കോ. ചൂരക്കാരൻ ചാക്കോയാ? മീങ്കച്ചോടാണോ? അല്ല, കുടുംബത്തിന്റെ പേരാ. ഓ ഓക്കെ ഓക്കെ. സുഖാണോ? എങ്ങനെ ഞാൻ ഇവിടെ ഉണ്ടെന്ന് എങ്ങനെ മനസ്സിലായി? അല്ല, ഇപ്പൊ ഞാൻ സംസാരിച്ചപ്പോ അണ്ണന്റെ പേര് വിളിക്കുന്ന. അങ്ങനെ റാൻഡം ആയിട്ടായിരുന്നല്ലേ? ഞാൻ വിചാരിച്ചു എനിക്ക് വേണ്ടി ഇവിടെ നിന്ന് കഷ്ടപ്പെട്ടൊക്കെ വന്നെന്ന് വിചാരിച്ചു. കാണാൻ വേണ്ടി വന്നപ്പോ അണ്ണന്റെ പേര് വിളിക്കട്ടോ. എന്തൊരു കേട്ടില്ല. ഞാൻ അതിനെ ഒട്ടും മിസ് ചെയ്തില്ല. എനിക്ക് സന്തോഷം സമാധാനം ഉണ്ടായിരുന്നു. വന്നാരേ പറയടാ. ഇതൊക്കെ ഉണ്ട്. അയ്യോ വന്നാരേ സത്യമായിട്ട് വന്നില്ല. ഇല്ലടാ എനിക്ക് നിങ്ങളൊക്കെ അല്ലേടാ ഉള്ളു. ഞാൻ എന്തിനു വൈദ്യാതിരിക്കുന്നത്. ഞാൻ വർഷത്തിലൊരിക്കലും വരുമ്പോ നിങ്ങളൊക്കെ ഉള്ളോണ്ടല്ലേ ഇവിടെ ഓടി വരുന്നത്. അല്ലെങ്കിൽ പിന്നെ ആരെ പ്രതീക്ഷിച്ച് വരാം? ഇവളെ പ്രതീക്ഷിച്ച. അയ്യോ പിയലടിച്ച് ദൈവമേ. ഹലോ കേക്കാമോ? പോയി കത്തിപ്പോയി. തീരുമാനമായി. കാര്യമേ തീരുമാനമായി. ഹലോ കേക്കാമോ? നല്ല 3 പ്രാവശ്യം കത്തി. ആണല്ലേ? ഇത് നല്ല എറണമാണ് കേട്ടോ. വന്നപ്പോഴേ മന്ദാരത്തിനെ വിളിച്ച അന്നേരം എരണോന്നൊക്കെ പറഞ്ഞാൽ നല്ല ബെസ്റ്റ് എരണം. സുനി വെൽക്കം ടു ഇവിടെ. ബെസ്റ്റ് എരണം.
എനിക്ക് അനങ്ങുന്നില്ല എന്റേതും അനങ്ങുന്നില്ല. സൗണ്ട് കേക്കാം. സൗണ്ട് മാത്രം കേൾക്കാനേ കുഴപ്പമില്ല. നമുക്ക് ഇവിടെ കഥയൊക്കെ പറയാം, അപ്പോഴത്തേക്ക് സിറ്റി കത്തത്തുള്ളൂ. മന്ദാര ഇവിടെ കേക്കാടാ. അന്നേരം പോയെന്തോ കേട്ടാ. സംസാരമൊക്കെ കറക്റ്റ് ആയിട്ട് കേൾക്കാം, കുഴപ്പമില്ല. കത്തി ഇതെന്താടാ 1:1 ആയടാ ഇപ്പൊ റേഷ്യോ. എന്ത് 1:1 ഗേളിസ്റ്റ് ബോയ് റേഷ്യോ. സിറ്റിയില് ചുറ്റും പെമ്പിള്ളായിരിക്കും. പോയി ഒന്ന് കണ്ടു വന്നതേ ഉള്ളൂ, എല്ലാം പോയി. അപ്പോഴത്തേക്ക് വീഡോസ് അടിക്കാൻ കുണ്ണാള് വരെ പാടിയിട്ട് സത്യം. ഒരു ദിവസം ഒന്ന് വർഷത്തിൽ മറ്റേ നൂറ്റാണ്ടി ഒരിക്കലും ഒന്ന് വന്നതാണ്. അപ്പൊ സെർവർ കത്തിച്ചു വിട്ട് നമ്മള് കയറണ്ടാന്ന്, നമ്മളിവിടെ കയറണ്ടാന്നാണ് അവന്മാര് പറയുന്നത്. പിന്നെന്ത് ചെയ്യാൻ, നന്നാവാനും സമ്മതിക്കൂല. അടുത്തത് ഈ മൈരിനെ എക്സ്പോസ് ആക്കണം, PL മൈരിനെന്ന്. സത്യം ഇതൊരു കുണ്ണാണോ പിന്നെ ഇതിന്റെ പറകില് പറഞ്ഞപ്പോ തന്നെ കത്തിയുന്നു. എൽക്കമിസ് ബ്രോ ഹായ് ഹായ്. നമ്മുടെ തക്കാളി ഇത് എൽക്കമിസ് എല്ലാവർക്കും ഇത് ഇവിടെ ഇപ്പോ സ്ഥിരമാണെന്നാന്ന്. എടാ നമ്മളെന്ത് ദ്രോഹം ചെയ്തടാ. വർഷത്തിൽ ഒരിക്കൽ കയറാൻ വരുന്നതിനൊക്കെ മറ്റേ ആഴ്ചയിൽ ഒരിക്കലുള്ള കുളി മുടക്കുന്നത് കഷ്ടമാണ് സാറേ എന്ന് പറയുന്നവനാണ്. വർഷത്തിൽ ഒരിക്കൽ ഒരു സിറ്റി കയറുന്നത് മുടക്കുന്നത് കഷ്ടമാണ് സാർ. പെട്ടെന്ന് കയറുന്ന അതെന്താ 512 നമ്മൾ കയറുന്നതിൻ്റെ ഇടയിൽ കയറും ഇവിടെ. അങ്ങനത്തെ സീൻ വല്ലതും ഉണ്ടാ? ജോണി വെൽക്കം ടു സ്ട്രീം. താങ്ക് ഫോർ ദ 179 റുപ്പീസ് സൂപ്പർ ചേ. അണ്ണൻ കയറിയില്ലെങ്കിലും ഇങ്ങനെയാണെന്നല്ലേ. ഓ അപ്പോൾ കുഴപ്പമില്ല. ഞാൻ വിചാരിച്ച് എൻ്റെ അടുത്തുള്ള പകരയാണെന്ന്. PL പുണ്ടച്ചീന് ഒരു കാലത്തും ഗുണം പിടിക്കൂടാന്ന്. ചിലക്കെ ഡയോസിൻ്റെ അടുത്ത് ഏതൊക്കെ ടർഫ് ഉണ്ടെന്ന്. നമ്മുടെ ഇപ്പോൾ കറൻ്റ്ലി 2 ടർഫ് ഉണ്ടാ, ചേംബർലൈനും ഡേവിസും ചേംബർലൈനും. ഹോക്ക് ഗെയിമിംഗ് ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ ദ $10 സർക് ബായ് എന്ന് പറഞ്ഞിട്ട് താങ്ക് യു സോ മച്ച് ബ്രോ. താങ്ക് യു സോ മച്ച് ഫോർ ദ $10 കണക്ഷൻ റിജക്റ്റ് ആയിരുന്നു. അതെന്തിനാണ് എൻ്റെ കണക്ഷൻ റിജക്റ്റ് ആക്കിയത്? ഫെച്ച് യുവർ ഡിസ്കോഡ് നെയിം എന്ന്. എൻ്റെ ഡിസ്കോഡ് നെയിം കറക്റ്റാണ് ഇട്ടിരിക്കുന്നത്. ഇത്ര നേരം ഞാൻ കയറിക്കൊണ്ടിരുന്നില്ലേ, പെട്ടെന്ന് എന്തിനു പറ്റി? ഇവിടെ ഇറങ്ങി കയറി വെക്കാൻ. താങ്ക് യു സോ മച്ച് ഹോക്ക് ബ്രോ താങ്ക് യു ഫോർ ദ $10 ബ്രോ. മീൻസ് ഇറ്റ് ഔട്ട്. ഡെയിലി ഒരു റൗണ്ട് ഡോസ് ഉണ്ട്. എൻ്റെ ഒരു കൈസ് എൻ്റെ PC ഫുള്ള് റീസെറ്റായി. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പം മൊത്തത്തിൽ സീൻ മൊത്തം മാറി കിടക്കുക. അതാണ് ആകെ ഒരു പ്രശ്നം. ഇന്നലെ TJ ഇതാക്കിയല്ലോ എടാ. ഇന്നലെ TJ പണിയല്ലോ എടാ. ഞാനൊരു കാര്യം ഉണ്ടാ, നമ്മൾ ഇന്നലെ അവരുമായിട്ടൊരു സീനും ഇല്ല. നമ്മൾ GG അടിച്ച് പോയേനെ. നമ്മൾ നമുക്കിതിൽ ഫസ്റ്റ് ടർഫ് പോയി കേസ്. അത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മീറ്റപ്പ് കഴിഞ്ഞ് എല്ലാവരും വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ കുറേ പേർക്ക് പകരം വേറെ ആൾക്കാർ വെച്ചാൽ ടർഫ് കളിച്ചത്. അപ്പം പലർക്കും ടർഫിൻ്റെ അകത്ത് കുറേ കാര്യങ്ങൾ അറിഞ്ഞുകൂടെ അതായിട്ട് കളിച്ച ലൈനപ്പ് വേറെയാണ്. നിങ്ങൾ നോക്കിയേ, സാധാരണ നമ്മൾ കളിക്കുന്ന ലൈനപ്പിലല്ല കളിച്ചത്. അതിൻ്റെ ഇവിടെ ഗോഡ് AFK അവന് ഇപ്പം മറ്റേ പ്രാർത്ഥന സമയമാണെന്നും പറഞ്ഞ് ഇതിൻ്റെ ഇടയിൽ കൂടി ഇറങ്ങിപ്പോയി കേസ്. ഇവിടെ എന്തോടാ ഇത് എനിക്ക് കയറാൻ പറ്റാത്തത്? VC പോകണമെന്ന് അന്നേരം അടക്കും ഇനി. എടേ എന്തൊരവസ്ഥ ഇതൊക്കെ. ഞാൻ ആരടുത്ത് പോയി ചോദിക്കാം. എനിക്ക് VC ഇടാത്ത റോഡൊന്നും പോലും ഇല്ല ഇവിടെ. ഞാൻ ഏതൊരു VC പോയിരിക്കാൻ? ഡൊണേറ്റേഴ്സ് വെയിറ്റിങ്ങിൽ മാത്രമേ എനിക്ക് കയറാൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ എവിടെ VC പോയി ഇരിക്കും? കാണുന്നില്ലല്ലോ VC. ഏത് VC പോകണം? ബഗ് റിപ്പോർട്ട്, ജനറൽ VC തങ്കപ്പം കൂട്ടിയിരിക്കുന്നു. ഹെൽപ്പ് ലൈൻ എന്ന് പറയുന്ന ഒരു VC കാണൂല. അങ്ങനെ അവിടെയല്ലേ പോയിരിക്കുള്ളൂ. അവിടെ ഹെൽപ്പ് ലൈൻ VC കാണുന്നില്ലല്ലോ. സെർവർ ഡൗൺ ആണോ? ഓക്കെ സെർവർ ഡൗൺ ആണെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ? ഒന്നും ചെയ്യില്ല. ഹലോ എടാ, സെർവർ ഇതാണോ എടാ? കത്തിയാ? ഇനിയിപ്പോ കയറാൻ പറ്റൂല. സൗണ്ട് മാറി കിടക്കാണ്. വിഷമം പോലെ എന്ത് അപ്പാത്തേന എന്താ എന്നോട് മിണ്ടാതാണ് വന്നാരം. മലയാളി മോനെ ഇന്ന് രാവിലെ കക്കൂസിൽ ഇരിക്കുമ്പോ പിന്നെ ആരെ വിളിച്ചത്? ഞാൻ കക്കൂസി എടുക്കുന്നതിന്റെ ഫുഡ് 17 മീറ്റപ്പ് ആയിരുന്നു. ഫുഡ് ഉണ്ടാക്കി ഇരിക്കാന്നല്ലോ. വർക്കല വന്നിട്ട് ഇവിടെ ഒരു റെസ്റ്റോറന്റ് എടുത്തടാ. അവിടെ വെച്ചിട്ട്
പറയണേ ഞാൻ അഭിനയമാണ്, അതൊക്കെ അവന്റെ അഭിനയം. ഡിസ്കോഡ് ഇല്ലായിരുന്നു, ഞാൻ ക്ലോസ് ചെയ്ത് എടാ എനിക്ക് കേറാൻ പറ്റുന്നില്ല, എന്റെ ഇത് കേറുമ്പോ ഇങ്ങനെ കണക്ഷൻ റിജക്റ്റഡ് ബൈ എനിക്കിത് 5M ആവുന്നില്ല. റെഡി ആവണമെങ്കിൽ വാർപ്പിടണം. അണ്ണന്റെ വാർപ്പുണ്ടോ? വാർപ്പൊന്നല്ല ഈ പുണ്ടിച്ചുമന് വയ്യ അവരെ ആർപ്പില്ലടാ, എന്റെ പീസ് റീസെറ്റ് ആയിട്ടൊന്നുമില്ല കയ്യില്. അങ്ങനെ പറയലണ്ണ. ഡീമനായിരുന്നു. കുറുപ്പായിട്ടാ വായ് മുഴുവൻ കേട്ട് ബസ് വന്നാ പോരെ. എന്താ എന്താ പരിപാടി? നമ്മള് ഇവിടെ വേറെ പരിപാടിയാ പറയാം. ഇത്തവണ ഞാൻ കേറും, ഇത് കറക്റ്റ് ആണ്. എനിക്ക് കണ്ടൂടാ വികലാങ്ങനൊന്നും ഉണ്ടല്ലേ? ഇത് മൊത്തം വികലാംഗന്മാരാണ് മൊത്തം. ഡിസ്കോഡ് റീസ്റ്റാർട്ട് ചെയ്താൽ ഡിസ്കോഡ് റീസ്റ്റാർട്ട് ചെയ്യണം. ഡിസ്കോഡ് റീസ്റ്റാർട്ട് ഞാൻ സ്പാം ചെയ്തപ്പോ കേറി നീ അല്ലടാ കുറച്ചേരത്തെ കേറി, നീ സിറ്റി അത് കേറി ഇരിക്കണം എന്ന് പറഞ്ഞ നീ. അല്ലല്ല വാർപ്പിടണ്ട, വാർപ്പൊന്നും അണ്ണ സംഭവത്തിലുള്ള ഡിസ്കോഡ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ മാറ്റം ഫെയിൽഡ് ടു ഫെച്ച് യുവർ ഡിസ്കോഡ് നെയിം എന്ന് കാണിക്കുന്നു. എടാ ഇപ്പൊ പറയുന്നത് പിന്നെയും കത്തി. എടാ അല്ലേ അപ്പൊ ഞാൻ കേറാൻ നന്നായി. പിന്നെ കത്തിങ്ങ ഞാൻ എന്ത് ലൈവ് ഇട്ട ജീറ്റി എടുത്ത് ലൈവ് ഇട്ട അതല്ലേ ഞാൻ ചെയ്തോണ്ടിരുന്നത് ഇത്ര നേരം. ഇപ്പഴാ കാണാൻ ദൈവമേ അങ്ങനെ ഉണ്ടാ. അത് വരുന്നതിന് ക്യാൻസൽ ചെയ്യണേ. ക്യാൻസൽ ഒന്നുകൂടെ ക്യാൻസൽ പെട്ടെന്ന് ക്ലോസ് ചെയ്തിട്ട് ഒന്നുകൂടെ പെട്ടെന്ന് ക്ലോസ് ചെയ്തിട്ട് ഒന്നുകൂടെ എടാ കുട്ടേ എല്ലാം പോയി പറയുന്നത് കേൾക്കണം. നമ്മളിത് വെയിറ്റ് ചെയ്താൽ വെയിറ്റ്. ഇനി ക്യാൻസൽ ആക്കണ്ട, ക്ലോസ് അടിച്ചിട്ട് ഒന്നുകൂടെ ക്ലോസ് അടി ഇത് ഒരു വ്യത്യാസമാണ്. ശരിക്കും അത് കാണിച്ചു. രണ്ടാമത്തെ കയറി ഒന്നുകൂടെ കണ്ടിക്ക്. ഡിസ്കോഡ് റീസ്റ്റാർട്ട് ചാറ്റ് മൊത്തം പറയുമ്പോ നീ എന്തിനാണ് അത് വിട്. ചാറ്റ് അണ്ണൻ ടാസ്ക് മാനേജർ എടുത്തേ പെട്ടെന്ന്. ടാസ്ക് മാനേജറാ? എടുക്ക്. സ്ക്രീൻ ഷെയർ ആയിട്ട് അതില് ഡിസ്കോഡ് റൈറ്റ് ക്ലിക്ക് ചെയ്യേ. പുണ്ടച്ചി പോരെ എന്തിന് പറയാ കുണ്ടേരെ അവന്റെ കുണ്ടത്താളം വിടക്കം. അങ്ങ് കുണ്ണത്താളം വിട്ടങ്ങ് പറഞ്ഞോണ്ട് ഇതില് കണക്ട് ആവാൻ നോക്കട്ടെ. കണ്ണാപ്പിനെ വിശ്വസിക്കല്ലേ? സൂപ്പർ ചാറ്റ് ചെയ്ത ആൾക്കാർ പറയാൻ നിന്നെ വിശ്വസിക്കല്ലേന്ന്. എടാ നിന്നെ കൊണ്ട് ജീവിതത്തിൽ നിന്റെ കാര്യങ്ങൾ ശരിയാക്കാൻ പറ്റിയിട്ടുണ്ടാ കണ്ണാപ്പി, പിന്നെ നീ എന്റെ കാര്യം എങ്ങനെയാണ് ശരിയാക്കുന്നത്? ഡിസ്കോഡ് ലിങ്ക് കോപ്പി പേസ്റ്റ് DC + 5M റീസ്റ്റാർട്ട്. എങ്ങനെ കേറിയെന്ന് ഇത് ടാസ്ക് മാനേജർ പോയി ഡിസ്കോഡ് ക്ലോസ് ആക്കി റീസ്റ്റാർട്ട് ആക്കാൻ ഡിസ്കോഡ് ഓപ്പൺ ആക്കി അഗൈൻ 5 റീസ്റ്റാർട്ട്. കണ്ണാപ്പി ബസ്സിന്റെ ബാക്ക് ഓപ്പൺ ഒരു ഡൗട്ട് ചോദിച്ചോടാണ് അണ്ണന്റെ പേര് മാറിയെന്നല്ലേ കിടക്കുന്നത്? ഇല്ലല്ല ഞാൻ കേറിയായിരുന്നു, സിറ്റിയിൽ തിരുമ്പ് കേറിയായിരുന്നു. ചേട്ടാ 5M ക്ലോസ് ആക്കിയതിനു ശേഷം ഡിസ്കോഡ് ക്ലോസ് ആക്കുക, എന്നിട്ട് ഡിസ്കോഡ് കംപ്ലീറ്റ്ലി ഓൺ ആക്കിയ ശേഷം 5M ഓൺ ആക്കിയാൽ മതി. ഓക്കെ ഇപ്പൊ കറക്റ്റായി.
ഇനി F8 വെച്ച് കണക്ട് ആക്കണം അല്ലേ ഞാൻ? ഓക്കെ. അപ്പോൾ ടാസ്ക് മാനേജറിൽ പോയി ഡിസ്കോഡ് ക്ലോസ് ആക്കി, 5M റീസ്റ്റാർട്ട് ആക്കി, എന്നിട്ട് ഡിസ്കോഡ് അവിടെ ഓപ്പൺ ആക്കണം. സെറ്റ്. ഇതെന്ത് സാമാനി അണ്ടി. ഇനി ഞാൻ F8 കോപ്പി പേസ്റ്റ് അടിക്കണം കോഡ്. ബാക്കിയൊക്കെ കറക്റ്റാണ്, ഇതുവരെ എല്ലാം കറക്റ്റാണ്. ചന്ദ്ര കയറിയതല്ലേ, അപ്പം ഞാൻ ഊമ്പി. താങ്ക് യു സോ മച്ച് ഫോർ ദ $2 സൂപ്പർ ചാറ്റ് സുൽഫി ബ്രോ ആൻഡ് അങ്കൂർ സാബ്ഗുരു. താങ്ക് യു ഫോർ ദ 17.99 AED സൂപ്പർ ചാറ്റ്. ഓക്കെ, താങ്ക് യു ഫോർ ദ Canadian dollar $2. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഡിസ്കോഡിൽ നെയിം സരക്കടാനി ഒന്നുമല്ല, ചുമ്മാ അങ്ങ് എന്തെങ്കിലുമൊക്കെ പറയല്ലേ നിങ്ങളിങ്ങനെ 1 മാസം. ഇത് സെറ്റ് നോക്കിക്കോ. 5M എടുത്ത് റീസ്റ്റാർട്ട് ചെയ്ത് ഇനി ഡിസ്കോഡ് ഓപ്പൺ ആക്കിയാൽ മതി. ഓക്കെ, ഊമ്പി. ഡിസ്കോഡിൽ ഓപ്പൺ ആക്കിയിട്ടേ ചെയ്യണമല്ലേ, മറന്ന്. എന്തെങ്കിലുമൊക്കെ ഒന്ന് മിസ്റ്റേക്കായി പോട്ടറ. എന്ത് ചെയ്ത്? ഓക്കെ. നോക്കട്ടെ, കയറാൻ പറ്റുമോ? ഇല്ല കയറിയില്ല. പറ്റുമോ നോക്കട്ടെ. ഇത്തവണ എടാ പോടാ കളഞ്ഞിട്ട് ചുമ്മാ. എടാ പറ്റുന്നുണ്ടാ ചന്ദ്രൻ അറിയത്തില്ലെങ്കിൽ ചന്ദ്രൻ സിറ്റി ഓൺ ഓഫ് ആക്കാനല്ല ഇപ്പൊ ഇങ്ങനെ ചെയ്തിട്ട് വന്നില്ലെങ്കിൽ അത് ബഗ്ഗാണ് കേട്ടോ. നമുക്ക് ചില സമയത്ത് ഇത് വരുന്നത് ഡിസ്കോഡ് ഒന്ന് ഓഫ് ചെയ്തിട്ട് ഓൺ ആക്കി റീസ്റ്റാർട്ട് അത് ചെയ്ത് തീരാ. വിടണ്ട. അല്ല ഇനി ക്ലോസ് ആക്കണ്ട, ഒറ്റ ഡിസ്കോഡ് ഇതാക്കി അണ്ണ സ്പാം ചെയ്തോണ്ട് കേറിക്കോളൂ. സ്പാം ചെയ്യും. അല്ല അണ്ണ ഇത് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞ മറ്റേ ലിങ്ക് ഞാൻ പറഞ്ഞ മറ്റേ കണക്ട് സ്പാം ചെയ്താൽ മതി. പേരൊക്കെ മാറ്റിയിട്ടുണ്ടോ? ചേട്ടാ എക്സ്റ്റൻഡ് ഡിസ്കൗണ്ട് എടുത്തിട്ട് അതിന്റെ മറ്റേ വെബ്സൈറ്റിൽ പോയി കാണാൻ പറ്റും. അങ്ങനെ ഒന്ന് കയറി ട്രൈ ചെയ്ത് നോക്ക്. ഉറപ്പില്ല, നോക്കി നോക്ക്. ജസ്റ്റ് ഒന്ന് സെറ്റിംഗ്സ് എടുത്താണ്. സെറ്റിംഗ്സ് എടുത്ത് ജസ്റ്റ് ഒന്ന് ഡിസ്കോഡ് കളഞ്ഞിട്ട് ചേട്ടാ, ഡിസ്കോഡ് കളഞ്ഞിട്ട് പൊട്ടൻ ചുമ്മാ ഒറ്റ സെറ്റിംഗ്സ് എടുത്ത് നീ പറഞ്ഞ അരമണിക്കൂർ പോയല്ലേ, എനിക്ക് കളയാൻ സമയമില്ല. ഓഫ് ചെയ്തിട്ട് അപ്പൊ അത് ക്യാൻസൽ ആവും. എന്നിട്ട് വീണ്ടും ഡിസ്കോഡ് ഓൺ ആക്കിയിട്ട് വേണം. ഡിസ്കോഡ് ഓപ്പൺ ആക്കാതെ കണക്ട് ചെയ്ത് നോക്കണം. എന്നിട്ട് കണക്ട് ചെയ്തിട്ട് പിന്നെ എടാ ഞാൻ സെർവർ കേറിയതല്ലേ ഇപ്പം. എടാ ഞാൻ എന്നും കേറുന്നതാണ് ഇവിടെ TD കളിക്കാൻ കേറുന്നതല്ലേ. നേരത്തെ ഉണ്ണി കൊണ്ടുടെ പേര് ഇവൻ കേറിയായിരുന്നു, അതുകൊണ്ടാ പറഞ്ഞത്. അത് അവന്റെ ഞാൻ കണ്ട കൊണ്ടുപോക്കാൻ വിഷയം എടുക്കൂല. തന്നെ മാറാൻ ചാൻസ് ഉണ്ട്. അണ്ണാ നോക്കി സെറ്റിംഗ്സ് നോക്ക്. സെറ്റിംഗ്സ് ഇപ്പൊ എന്തിനാണ് ചെയ്യാനുള്ള പറ. ഇതാണ് എന്റെ പേര്. ഇതാണ് പേര്. ഡിസ്കോഡിലെ സെർവറിലെ പേര് ഇത് തന്നെ. ഇതാണ് ഇത് വെച്ചാണ്ടാ കേറിക്കൊണ്ടിരുന്നത്. ഞാൻ TD കളിക്കാൻ കേറുന്നിട്ട്. അപ്പൊ ഇത് ക്ലോസ് ചെയ്യുന്നു. ഡിസ്കോഡ് ടാസ്ക് മാനേജറിന് പിസിയുടെ പാതി നീ കളഞ്ഞല്ലോടാ. നീ ഒരു പാതി കളഞ്ഞല്ലേ, അടുത്ത പാതി പോട്ട്. എന്തൊരു അവസ്ഥയുടെ നോക്കിക്കൂടെ. ഹാർഡില് സംക്രാന്തിക്ക് ഒരു ദിവസം കയറാൻ നോക്കുമ്പോ അന്ന് പ്രശ്നം തന്നെ. താങ്ക് യു സോ മച്ച് ഫോർ ദ 899 rupees സൂപ്പർ ചാറ്റ് നിർമ്മൽ സജി ബ്രോ. താങ്ക് യു സോ മച്ച്. ഇൻസുലോട്ട് ബ്രോ, താങ്ക് യു. തരാ ഉള്ളൂ. ഞാൻ ഇന്ന് കയറുമല്ലോ, ഇന്ന് 2 കൽപ്പിച്ചു തന്നെ. ഇന്ന് കയറിയിട്ടേ പോടുള്ളൂ. എന്ത് വില കൊടുത്തും ഇന്ന് സെർവറിൽ കയറിയിരിക്കും. ഡിസ്കോഡിൽ നെയിം ചേഞ്ച് ചെയ്തിട്ടുണ്ട് അണ്ണൻ്റെ. ആര് മാറ്റി? എൻ്റെ പെർമിഷൻ ചോദിക്കാതെ ആര് മാറ്റി? എനിക്കിപ്പോൾ അറിയണമല്ലോ. എന്നെങ്കിൽ ഇന്ന് ഞാൻ സെർവറിൽ അടിയാവല്ലോ ഇന്ന് അഡ്മിൻസായിട്ട്. ഡിസ്കോഡ് ഓപ്പൺ ആക്കാതെ ആദ്യം നമ്മൾ ഒരു വട്ടം കണക്ട് കൊടുക്കണം. അപ്പോൾ അവരെന്ത് പറയും? കേട്ടില്ല. എന്നിട്ട് ഒന്നുകൂടി നമ്മൾ ഡിസ്കോഡ് എടുക്കണം. ഫസ്റ്റ് ഡിസ്കോഡ് അല്ല, ആദ്യം ഡിസ്കോഡ് അടിക്കാതെ കയറാനാണ് അവൻ പറഞ്ഞത്. എന്നിട്ട് രണ്ടാമത് ഡിസ്കോഡ് ഓപ്പൺ ആക്കിയിട്ട് ഒന്നുകൂടി കയറണമെന്നാണ് അവൻ പറഞ്ഞത്. എൻ്റെ ഓർഡർ തെറ്റിക്കല്ലേ, കളിക്കല്ലേ. എനിക്ക് ഓർമ്മശക്തിയൊക്കെ ഒത്തിരി ഉണ്ടേ. നീ നിർത്തും. ഡിസ്കോഡ് ഫസ്റ്റ് എന്നല്ല പറഞ്ഞത്, ഫസ്റ്റ് കയറാനാണ് പറഞ്ഞത്. ഇനി പറ്റിക്കാൻ നോക്കണ്ട.
ഹലോ സരക്കണ്ണ അണ്ണന്റെ പേര് മാറി കിടക്കണ്ണ. ഒരു ഹോപ്പില്ല അണ്ണാ എനിക്ക്. പേര് മാറിയാ? ഞാൻ അറിഞ്ഞില്ലല്ലോ എന്റെ പേര് മാറിയത്. ഞാൻ പറഞ്ഞില്ല അണ്ണാ. ആ പേരല്ല പറഞ്ഞില്ല അണ്ണാ അണ്ണന്റെ പേര്. എന്നാ എനിക്ക് നയിച്ചെന്നാണ് ആ പേര്. അണ്ണന് നമ്മളെ എപ്പോ വില വെച്ചില്ല. എന്റെ അവനിവിടെ ഉണ്ടോ? ക്ലോസ് ക്ലോസ് ചെയ്യാം. ആണോ? ഇനി ക്ലോസ് ചെയ്യണോ? ഒന്നുകൂടി മര്യാദയ്ക്ക് അണ്ണന് പറഞ്ഞു കൊടുത്തു. അണ്ണന്റെ പേര് തെറ്റാണ്. 5 5 വട്ടം ക്ലോസ് ചെയ്യും, 8 വട്ടം ക്ലോസ് ചെയ്യും അതൊക്കെ പറഞ്ഞു കൊടുത്ത്. ഹലോ, ആ പറ നിങ്ങൾ ഒന്ന് സിറ്റി കേറിയില്ലേ? എന്നെ കേട്ടില്ല. എന്റെ പേരെന്തുവാ നടക്കുന്നത് എന്റെ അകത്ത്? ഞാൻ പറയട്ടെ, സപ്പോർട്ട് പേര് അല്ല, ഇതാ എന്റെ പേര്. അല്ല, ഇതല്ല അണ്ണന്റെ പേര്. അണ്ണന്റെ പേര് അവിടുത്തെ ജനറൽ ചാറ്റ്. ഞാൻ ഇട്ടിട്ടുണ്ട്. അണ്ണനെ DM നീല എന്ത് നിങ്ങള്? ഇതാണോ എന്റെ പേര്? ഉറപ്പാണല്ലേ? ഉറപ്പ്. ഇത് കേറിയില്ലെങ്കിൽ ഏവരെ എന്തിന് നീ നിന്നെ എന്ത് സ്വന്തത്തിൽ എന്ത് പറയും? ഏവനെന്താ കേറില്ല, ഏവരെ സ്വന്തം സാധനം വളഞ്ഞു വെച്ചായിരുന്നു. ഏവനെ ചെയ്യില്ലടാ. അപ്പൊ അണ്ണ കേറില്ല നമുക്ക് പേര് മാറ്റട്ടെ. ഏവരെ സാമാനത്തിന് നീളം എത്ര ഉണ്ട്? എനിക്ക് കോള് വരും. ഒരു സെക്കൻഡ്. ആ കേറിയടാ. അത്ര ഉള്ളല്ലോ അണ്ണ. അയ്യോ, എന്തിനാ എന്തിന് ഫ്ലൈറ്റ് ലോസ് ആയിട്ട് എന്നാ? എടാ, എനിക്ക് ക്യൂലിരിക്കുന്നത് ഞാൻ 14 എക്സ് അടിച്ചിട്ട് പോകുന്നില്ല. അതിലോ അണ്ണന്റെ അടുത്ത് ഞാനെണ്ണ 1000 വട്ടം ഞാൻ പറഞ്ഞെണ്ണ. അണ്ണാപ്പന്റെ വില കൽപ്പിച്ചില്ല കേട്ടാ. നീ വിഷമായത്. സോറി എന്നെ മിസ്റ്റേക്ക്. നമ്മളെ അതെനിക്കറിയടാ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വിശ്വസിക്കാഞ്ഞത്. ചില സമയത്ത് പേര് മാറി കിടക്കാനുള്ള കേറാൻ പറ്റൂടാ. അതല്ല, അണ്ണന്റെ പേര് ഇപ്പൊ മാറ്റിയാൻ തോന്നുന്നു. മറ്റേ ക്യാരക്ടർ നെയിം ആക്കി. അവരിപ്പൊ മാറ്റിയതാണ്ടാ. അതാണ് സംഭവം. മനസ്സിലായി. ഞാൻ അങ്ങനെ ലൈവ് ഇട്ടിട്ട് സിറ്റി കേറാറില്ലല്ലേ. പിന്നല്ലേ കേറി കുറെ വിഷയം. അപ്പം എങ്ങനെ വല്ലോ കണ്ടതായിരിക്കണം. സരകണ്ണ പ്ലീസ് എന്നെ മോഡറേറ്റർ ആക്കുമെന്നാ. അയ്യോ, ഇതാര് മോഡറേറ്റർ സ്ഥാനം മേടിക്കാൻ വരുന്നോ? കണ്ടിട്ട് പോലും ഇല്ല. പിന്നെ ഇതാര്? കലൂസ് മൈക്കൽ അതാരാണ്ട്? എടാ, ഏബൽ ആരാണത്? കലൂസ് മൈക്കൽ W ഏബൽ എന്ന് പറഞ്ഞു ചാറ്റ്. ഓക്കേടാ, ഓക്കെ സെറ്റ്. ക്യാൻസൽ നെക്കീട് ഒന്നുകൂടി കണക്ട് ചെയ്താൽ മതി ഒന്ന്. അപ്പൊ ഒരു 21 സ്ഥാനത്തോണ്ട് ഇടും. പിന്നെ പോടാറങ്ങി. എന്തൊക്കെ ബുദ്ധികളാണ് പറഞ്ഞത്. എന്ത് കണ്ണാപ്പിയുടെ ലൈവ് ആടുന്നവന്മാരാണ്. ട്രിക്കിയുടെ റീൽസ് കണ്ടാടാ എല്ലാരും. സൂപ്പറാ. 50 വട്ടം അത് എടുത്തിട്ടും അങ്ങനെ അല്ലാതെ വേറെ രീതിയിലും ചിരിക്കൂല. അനക്കമേ ഇല്ല. ഒരു സൈഡ് കൊണ്ട് കോച്ചിങ് പിടിച്ച പോലെ ഇട്ട് ആട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്തിനാ? വേറെ വഴിയില്ലാതെ ആ വീഡിയോ വെച്ച് എന്റെ അവസാനം കണ്ടന്റ് ആക്കിയത്.